എന്താടാ നിന്റെ മുഖത്തൊരു വാട്ടം? വാട്ട് ഇസ് ദ പ്രോബ്ലം? ഹംഗ്രി മൃണാളിൽ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എന്റെ ദൈവമേ, ഞാൻ അറിഞ്ഞില്ലല്ലോ. വേണ്ട മച്ചമ്പി വേണ്ട, അതിന് കിടന്ന് കളിച്ചാൽ തീക്കളിയാകും. അപ്പോ ഹംഗ്രി മൃണാളിലെ എന്റെ എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോ. അവന് ഇന്നൊന്നിട്ട് പൊട്ടിക്കേണ്ടവരോടാ അഹങ്കാരിയാണ്. ഒരു 12 മണി അടുപ്പിച്ചാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഞാൻ ബില്ല് ചെയ്യാൻ സമയത്ത് ഞാൻ മാത്രമേ ആ കൗണ്ടറിലുള്ളൂ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ബില്ല് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എന്റെ ടോക്കൺ നമ്പർ വിളിച്ചത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ആരുമില്ല, അതുകൊണ്ട് അവർക്ക് അപ്പൊ തന്നെ മേ ബി വിളവി തരാം. അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. കയ്യിലെടുക്കാവുന്ന പരിപാടിക്ക് ഞാനില്ല. പക്ഷെ ടോക്കൺ നമ്പറിൽ നമ്മുടെ പേര് വിളിച്ചത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. എന്നാലും മൃണാളിന്റെ ബിരിയാണി ഒട്ടും സ്പൈസി അല്ല. ഒരുമാതിരി ഡോൾബി വർത്താനം എന്റെ അടുത്ത് പറയരുത്. സ്പൈസി എന്ന് പറയുന്ന സാധനത്തില്ല, എരിവില്ല എന്നെ തൊട്ടും. വാവ് എന്നൊന്നും പറയാനൊന്നും മാത്രം ഒന്നുമില്ല. കുഴപ്പമില്ല, കഴിക്കാം. കരുതാക്ക് വളച്ചൊന്നും പറയാതറാ. വരാനിരിക്കുന്ന ദുരന്തങ്ങളെ ആർക്കും തടുക്കാനാവില്ലല്ലോ. ഫോർ എക്സാമ്പിൾ, സാമ്പാറിന് ഉപ്പ് കുറവ്, അവിയലിനകത്ത് വെളുത്തുള്ളിയുടെ അതിപ്രസരം കൂടുതലാണ്. മോര് നോക്കാം, എല്ലാത്തിനും ഉപ്പ് ശലം കുറവാണ്. മോരും ഞാൻ പറഞ്ഞില്ലേ ഇവൻ കള്ള റാസ്കലാണ്. കിടപ്പാടം പോവോ? സാധ്യത ഇല്ലാതല്ല. രസം തൊടെ വെള്ളം പോലെ. ഞാൻ ആകെ കൺഫ്യൂഷൻ. രസത്തിനകത്തൊന്നും ഇല്ലേ, വെള്ളം മാത്രമേ ഉള്ളൂ. കൊടങ്ങാൻ മടിച്ച് വെള്ളം ഒഴിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിന് കുട നിവർത്തി വെച്ചാ പോരെ. അപ്പൊ ഒഴിക്കാൻ വെള്ളം എവിടെ? ഫൈനലി നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഒരു സാധനം കണ്ടെത്തിയിട്ടുണ്ട്. ടിഷ്യൂ പേപ്പർ ഇവിടെ ഫ്രീ ആണ് ഗൈസ്. പ്രത്യേകിച്ച് അവിയലിനകത്തൊക്കെ ഭയങ്കര ഗാർലിക്കിന്റെ ടേസ്റ്റ് ആണ് മുന്തി നിന്നത്. വെളിവുണ്ടേ ഞങ്ങൾ അങ്ങനെ ചെയ്യോ? ഞങ്ങൾ നിരപരാധികളായിട്ട് കാണും. മേ ബി ഉപ്പ് ഒരു ചെറിയ കിണ്ണിക്കകത്തെങ്കിലും തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ടേബിളിന് മുകളിൽ വെച്ചിരുന്നെങ്കിൽ നന്നായേനെ. ഉപ്പ് ഞാൻ ഒരു പാത്രത്തിലൂടെ കൊണ്ടുവയ്ക്കാം. ഓ, നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മൃണാളന്നന്റെ ഒരു രീതി വെച്ചിട്ട് ഉപ്പിനും വേണമെങ്കിൽ പുള്ളി പൈസ മേടിക്കും. ഇതുപോലൊരു ആക്ഷേപം ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അപ്പോഴാണ് അണ്ണൻ 20 രൂപയ്ക്ക് ഇത്രയും ഒരു കിണ്ണിക്കകത്ത് സാമ്പാർ തരുന്നത്. അറ്റ്ലീസ്റ്റ് ആ കിണ്ണിയുടെ വലിപ്പമെങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇല്ലത്തെ അങ്ങനെ ഒരു പതിവില്ല. എന്റെ പാരമ്പര്യാണ്. എന്നാ പിന്നെ വെറുതെ മെനക്കണ്ടല്ലേ, അതാ നല്ലത്. ഇനിയെങ്കിലും ആ സാധാരണക്കാരന്റെ കടയിൽ നിന്നുള്ള പ്രയോഗം ഒന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. പറഞ്ഞത് മണ്ടത്തരമായി പോയെന്ന് എനിക്കറിയാം. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും വാല് നിവരില്ലാന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ ഇത്രയും മേടിച്ചാൽ തന്നെ അണ്ണന്റെ കടയിൽ വന്ന് കഴിക്കാൻ നഷ്ടമാണ്. സത്യത്തിൽ ഉള്ള കാര്യം പറയാലോ, നഷ്ടമാണ്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. പക്ഷെ ആ സാധാരണക്കാരന്റെ കടയിൽ നിന്നുള്ള ടാഗ്ലൈൻ എടുത്തൊന്ന് മാറ്റുക. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അണ്ണന്റെ കടയിൽ ഈച്ച ശല്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് സഹിക്കാം. ഈച്ച ശല്യത്തിനേക്കാളും വലിയ ശല്യമാണ് അണ്ണന്റെ കൊണയടി. പല പല കള്ളന്മാരും ഇപ്പൊ അങ്ങനെയാണ്. പേടിക്കണ്ട, ഞാൻ ആരെ ഉപദ്രവിക്കുന്ന ഒരു ടൈപ്പ് അല്ല. എന്നെ കുത്താൻ കിട്ടുന്ന ഒരു അവസരം ഒരു പാഴാക്കാറില്ലല്ലോ. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. ഈ ഒരു കൺസെപ്റ്റില് ഇതിനേക്കാളും വില കുറച്ച് ഒരു നോൺ AC റെസ്റ്റോറന്റ് നിന്റെ കരുനാക്കൊണ്ടൊന്നും പറയണ്ട. ഗുളികൻ എപ്പോഴാ വരുന്നതെന്ന് അറിഞ്ഞൂടാ, ബലിക്കും. അത്യാവശ്യം ഹൈജീനോട് കൂടി വന്നു കഴിഞ്ഞാൽ മൃണാളെണ്ണ ഊത്ത് തീരും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്.